നാട്ടിൽ കുടിക്കുന്ന ഒരു പാനീയത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് അങ്ങോട്ട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: ആ പാനീയം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ലഹരി ഉണ്ടാകാറുണ്ടോ? അവര് പറഞ്ഞു, അതെ, ലഹരി ഉണ്ടാകും. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനവും നിഷിദ്ധമാണ്. അത് കഴിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് റസൂൽ നൽകിയത്. മാത്രവുമല്ല, ഏത് വിധം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കും നാളെ നരകത്തിൽ നിന്ന് കുടിപ്പിക്കുന്ന ഒരു പാനീയത്തെ പറ്റിയിട്ട് റസൂൽ പരിചയപ്പെടുത്തി. യസ്ഖീഹി മിൻ തീനത്തിൽ ഖബാൽ. തീനത്തുൽ ഖബാൽ ആയിരിക്കും അത് എന്ന് റസൂൽ പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, എന്താണ് ഈ തീനത്തുൽ ഖബാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നരകവാസികളായ ആൾക്കാരുടെ ദേഹത്ത് നിന്നൊഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന വിയർപ്പാണത്. അതാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് നരകത്തിൽ വെച്ച് കുടിക്കാൻ കൊടുക്കുന്നത് എന്ന് റസൂൽ പറയുമ്പോൾ, മദ്യപിക്കുന്ന ആള്, ഏതു തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളും, അത് ഹാൻസ് ആയാലും MDMA ആണെങ്കിലും കഞ്ചാവാണെങ്കിലും എന്ന് വേണ്ട ഏതൊക്കെ രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും നാളെ നരകത്തിൽ വെച്ച് അയാൾക്ക് കുടിപ്പിക്കപ്പെടുന്ന ഒരു പാനീയത്തെ പറ്റിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയത്. എത്ര ഗൗരവമാണ് ലഹരിയുടെ കാര്യമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഉമ്മത്ത് വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ലല്ലോ ലഹരി. എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാല്, ലാ യശ്റബുൽ ഖംറു ഹീന യശ്റബുഹു വഹുവ മുഅ്മിനുൻ. ലഹരി ഉപയോഗിക്കുന്ന ആള്, അന്ന് മദ്യമാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചത്, അതുകൊണ്ട് മദ്യത്തെ പറ്റിയാണ് എന്ന് റസൂൽ പറഞ്ഞത്. ലഹരി, മദ്യം നിഷിദ്ധമാകുന്നത് ലഹരി ആയതുകൊണ്ടാണ്. ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു കാര്യം ഒരാള് ഉപയോഗിക്കുന്നുവോ മുഅ്മിനായിട്ട് അയാൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലഹരി ഉപയോഗിച്ച ഒരാള് ആ വയറ്റിൽ അതുള്ള സമയത്ത് അയാൾ വിശ്വാസമില്ലാത്ത ഒരാളായി മാറിപ്പോകും എന്നാണ്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ലഹരി വയറ്റിലുള്ള രീതിയിലാണ് ഒരാളുടെ മരണമെങ്കിൽ, അവന് ലഹരി ഉള്ള രീതിയിലാണ് ഒരാളുടെ മരണമെങ്കിൽ അയാൾ സ്വർഗത്തിലല്ല, വിശ്വാസിയാണെങ്കിലും നരകത്തിലായിരിക്കും കുറച്ചു കാലം എന്ന് ആ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിന്റെ പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാമൂഹിക തിന്മയായിട്ടാണ് ലഹരിയെ പരിചയപ്പെടുത്തിയത്. ഉമ്മുൽ ഖബാഇസ്, തിന്മയുടെ മാതാവ് എന്ന പേരിലാണ് റസൂൽ ലഹരിയെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ നോക്ക്, അത് പറഞ്ഞുകൊണ്ട് റസൂൽ അവസാനിപ്പിച്ചില്ല. റസൂൽ വീണ്ടും പറയുന്നുണ്ട്, മൻ ശരിബഹ വഖാല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. ഉമ്മാനെ തിരിച്ചറിയാൻ കഴിയല, ഉമ്മയുടെ സഹോദരിയെ തിരിച്ചറിയാൻ കഴിയല, പിതാവിന്റെ സഹോദരിയെ തിരിച്ചറിയാൻ കഴിയല, ബുദ്ധി നശിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു സാമൂഹിക തിന്മയുടെ മാതാവാണ് ലഹരി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നെങ്കിൽ അതിന്റെ പിന്നിൽ ലഹരി ഉണ്ടാകും. ഇനി അതല്ല ഒരു വിളിച്ചു പറയുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ളൊരു തിന്മയോ നടക്കുകയാണെങ്കിൽ, ഒരു കലാപം നടക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ലഹരി ഉണ്ടാകും.
ലഹരിയാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള വില്ലൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഉമ്മുൽ ഖബായിസ് ആണ്, തിന്മയുടെ മാതാവാണ് ലഹരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ ആയത്ത് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആമുഖത്തിൽ അല്ലാഹു തആല അതിനെ പറ്റി പറഞ്ഞ റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ്. ഇന്നമാ യുരീദു ശൈത്വാൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ, പിശാച് നിങ്ങൾക്കിടയിൽ വിദ്വേഷവും പകയും ഉണ്ടാക്കാൻ ആ ലഹരി കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുമ്പോൾ വലിയൊരു സാമൂഹിക തിന്മയായിട്ടാണ് ലഹരിയെ അല്ലാഹു തആല കൂടി പരിചയപ്പെടുത്തിയത്. നമുക്കറിയാം, ലഹരി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയപ്പോൾ, ഘട്ടം ഘട്ടമായിക്കൊണ്ട് അതിന്റെ ഉത്തരവിറങ്ങിയപ്പോൾ, അവസാനമായി കൊണ്ടിറങ്ങിയ ഉത്തരവിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്. സൂറത്ത് മാഇദയിലെ ആയത്തിൽ വഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറാണോ എന്ന്. നിങ്ങൾ വിരമിക്കാൻ തയ്യാറാണോ? ഈ ലഹരിയിൽ നിന്ന് നിങ്ങൾ വിരമിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികള് മദീനയിലെ മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ നിന്നൊരു സദ്യ നൽകിക്കൊണ്ട് ഒരു പാർട്ടിയിലാണുള്ളത്. അങ്ങനെ അവര് ആ പാർട്ടിയില് മദ്യം വിളമ്പുന്ന തിരക്കിലാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഒരു സ്വഹാബി ഓടി വന്ന് ചോദിക്കുന്നു, നിങ്ങൾ അറിയില്ലേ, അല്ലാഹു തആലയുടെ ഒരു ചോദ്യമുണ്ട്, വഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിഷിദ്ധമാക്കിയിരിക്കുന്നു, പരിപൂർണമായിട്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, മദീനയില് മദ്യത്തിന്റെ ചാലുകൾ ഒഴുകി എന്ന് മാത്രമല്ല, ചില സ്വഹാബികള് ഗ്ലാസിൽ പാത്രത്തിൽ പാർന്നുകൊണ്ട് ആ മദ്യമെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്, ചിലർ ചുണ്ടിൽ വെച്ചിട്ടുണ്ട്, ചിലർ വായിൽ ഒഴിച്ചിട്ടുണ്ട്. വഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറല്ലേ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ വായിലുള്ളവർ പുറത്തേക്ക് തുപ്പി, ചുണ്ടിൽ പാത്രം വെച്ചവർ, ഗ്ലാസ് വെച്ചവർ താഴെ ഇറക്കി വെച്ചു. വീപ്പകൾ തച്ചുടച്ച് മദ്യത്തിൻ്റെത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെയാണോ ഈ സമൂഹത്തെ പറ്റിയിട്ട് അല്ലാഹു തആല ഖൈറു ഉമ്മ, ഉത്തമ സമുദായം എന്ന് പറഞ്ഞത്? പക്ഷേ ഇന്ന് ഏറ്റവും വേദനയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമുണ്ട്. ഖൈറു ഉമ്മ എന്ന് പറയപ്പെട്ട ഈ സമൂഹം മദ്യത്തിന്റെ അടിച്ചുകളായി മാറിയ ഈ സമൂഹം, ആ സമൂഹം ഏത് രീതിയിൽ മദ്യം ലഹരി ലഭിച്ചില്ലെങ്കിൽ കാലും കൈയും ശരീരവും വിറച്ചിരുന്നൊരു ജനത, ആ ജനത പിന്നീട് മദ്യം ലഹരി എന്ന് കേൾക്കുമ്പോൾ കൈയും കാലും വിറച്ചിരുന്ന ജനതയായി മാറി. ആ ജനതയുടെ പിൻതലമുറക്കാരായ നമ്മുടെ തലമുറ, പുതിയ തലമുറ ഇന്ന് പല മയക്കുമരുന്നിന്റെയും അഡിക്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്, ഭയപ്പാടുണ്ട്, ബേജാറുണ്ട്. ഇത് നമുക്ക് അറിയില്ല, കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇത് നിർത്തലാക്കണം. ഇല്ലെങ്കിൽ ഈ നമ്മുടെ നാടുകളില്, നമ്മുടെ സമൂഹത്തില് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇന്ന് നമുക്കറിയാം, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പലതും, പിടിക്കപ്പെടുന്ന പലതും, പല യുവാക്കളും, മുസ്ലിം യുവാക്കള്, പല വിദ്യാർത്ഥികളും, മുസ്ലിം വിദ്യാർത്ഥികള് കലാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മയക്കുമരുന്നിന്റെ വിൽപ്പനകൾ സുലഭമായി നടക്കുന്നുണ്ട്. പല കുട്ടികളൊന്നും ഉപയോഗിക്കുന്നതിന്റെ അഡിക്റ്റുകളായി മാറിപ്പോയിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്നും കാണാൻ നമുക്ക് കഴിയില്ല. ഇത് വലിയൊരു വിഷയമാണ്, വലിയൊരു സാമൂഹിക തിന്മയാണ്. ആ വ്യക്തി നശിക്കുന്നു എന്നതിന്റെ പുറമെ ആ കുടുംബം നശിക്കുന്നു, ആ കുടുംബം നശിക്കുന്നു എന്നതിന്റെ പുറമെ നാട് നശിക്കുന്നു. ഇത് വലിയൊരു വിഷയമാണ്. ഇത് എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും? എൻ്റെ ഫാമിലി അത് സേഫാണ് എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ കഴിയണം.
എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം സേഫാണെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അതെങ്ങനെ കഴിയും? അതിന് ഒന്നാമതായി ഒരു ആത്മവിശ്വാസം നമ്മളില്ലാതിരിക്കൽ തന്നെയാണ്. എല്ലാ വിഷയത്തിലും ആത്മവിശ്വാസം വേണമെങ്കിൽ ഈ വിഷയത്തിൽ എൻ്റെ മകൻ അതിൽ ഉൾപ്പെടൂല എന്നുള്ളൊരു ആത്മവിശ്വാസമൊന്നും നമുക്കുണ്ടാകണ്ട. അല്ലെങ്കിൽ എൻ്റെ മകൾ അതിൽ ഉൾപ്പെടൂല എന്നുള്ളൊരു ആത്മവിശ്വാസമൊന്നും നമുക്കുണ്ടായിക്കൂടാ. ഉൾപ്പെടും സാഹചര്യം അങ്ങനെയാണ്. നമ്മുടെ കുട്ടികളെ നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുട്ടികളുടെ ഏതൊക്കെ ആൾക്കാരുമായി ഫ്രണ്ട്ഷിപ്പ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുട്ടികളെ ഫോണുകൾ നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. അവിടെ ഫേസ്ബുക്ക് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം, ഇൻസ്റ്റാഗ്രാം നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം, വാട്സാപ്പ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. എന്നിട്ട് അവരാരൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ നോക്കണം. അവരുടെ വരുമാനങ്ങൾ നമ്മൾ പരിശോധിക്കണം. അവർ അവർ കലാലയങ്ങളിൽ, ഹോസ്റ്റലിലാണെങ്കിൽ അവർ വരുന്നതും പോകുന്നതും നമ്മൾ പരിശോധിക്കണം. അവർ കലാലയങ്ങൾ, മറ്റുള്ള വിദ്യാലയങ്ങൾ വൈകുന്നേരം നമ്മുടെ വീട്ടിലെത്തുന്ന സമയങ്ങൾ, പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയവും നമ്മൾ അറിയണം. ഇങ്ങനെ നല്ല ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി സേഫാണെന്ന് നമുക്ക് പറയാം.